എറണാകുളം മാർക്കറ്റ് റോഡിൽ വാരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ ദേവാലയത്തിൽ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും നടന്നു. രാത്രി 10:30 ഭക്തിഗാനങ്ങളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും ഗായക സംഘം ആലപിച്ചു. നക്ഷത്രങ്ങൾ, വൈദ്യുത ദീപങ്ങൾ എന്നിവ കൊണ്ട് അലങ്കൃതമായിരുന്നു ക്രിസ്മസ് രാവിൽ ദേവാലയം. വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് തിരുക്കർമ്മങ്ങളും ദിവ്യബലിയും നടന്നു. ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയ ലോകരക്ഷകനായ ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരമായ പുൽക്കൂട് അദ്ദേഹം ആശീർവദിച്ചു. തുടർന്ന് ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം ഏന്തി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അൾത്താരയിൽ പ്രത്യേകമായി അലങ്കരിച്ചൊരുക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചു. തുടർന്ന് ആഘോഷമയമായ ദിവ്യബലിയും നടന്നു. പാതിരാ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ എത്തുന്നവരെ ക്രിസ്മസ് അപ്പൂപ്പൻ ആശംസകളും മിഠായികളും നൽകി സ്വീകരിച്ചു. KCYMന്റെ ക്രിസ്മസ് സെൽഫി പോയിന്റും ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയിരുന്നു. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ ദേവാലയമായ എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള സെയിന്റ് മേരീസ് ബസലിക്ക ദേവാലയത്തിൽ പാതിരാ കുർബാനയോ ക്രിസ്മസ് ആഘോഷങ്ങളോ നടന്നില്ല. ഇവിടെ ഈ ദേവാലയം ഈ സുദിനത്തിലും അടഞ്ഞു തന്നെ കിടന്നു. ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ദീർഘനാളുകളായി അടഞ്ഞുകിടക്കുകയാണ് ഈ ദേവാലയം. ഏകീകൃത കുർബാനയും ജനാഭിമുഖ കുർബാനയും പിന്തുണയ്ക്കുന്ന വിശ്വാസികൾക്കിടയിൽ 2 വിഭാഗങ്ങളായി അഭിപ്രായ വേർതിരിവ് ഉണ്ടായതാണ് കാരണം.
ന്യൂസ് ബ്യൂറോ, ചാനൽ 91.